ഞാൻ നോക്കിക്കേ, ഇത് നമ്മുടെ ചെറി ബ്ലോസത്തുമ്മ ഇവിടെ നമ്മുടെ ബാക്കിൽ ഒരു ചട്ടിയിൽ നിൽക്കണുണ്ടല്ലോ, അതുമ്മ പൂവിട്ടേക്കണ നോക്കിക്കേ. പിന്നെ അവിടെ ബാക്കിൽ ഒരു മരത്തുമ്മ ഇലയൊന്നും വരാണ്ട് നിൽക്കണില്ലേ, അതുമ്മ നിറച്ചും ചുമന്നിട്ട് ഒരു പഴം ഉണ്ടാവാറില്ലേ, ഡോഗ് വുഡ് എന്നായിട്ട് അതിനെ പറയുന്നത്. പക്ഷെ അതുമ്മ ഇലകൾ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. അതുമ്മ ആദ്യം നിറച്ചും പൂവാ വരാം. അവിടെ കണ്ടില്ലേ അവിടെ നിൽക്കണത്. ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് എന്താ രസം. എന്താ പറയുക, കിളികളത് അവിടെ കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ടാവും മരത്തുമ്മ. പറഞ്ഞേ, ഈ പൂ കാണാൻ നല്ല രസമായിട്ടോ. പ്രത്യേകം ഭംഗിയാണ് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ രാവിലെ നേരാട്ടോ. ഇപ്പം സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കോഴീനെയും താറാവിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങിയത്. ഇപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണിത്. രാവിലെ ആകുമ്പോൾ ശരിക്കും കളർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നോക്കി ചില പൂ നോക്കി പൂ വിരിഞ്ഞ് വരണുള്ളൂ. അവിടെ നോക്കി കുഞ്ഞു മുട്ടുകണ്ട, ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭംഗിയാണ് പൂവ്. ഒരു നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക്. കുഞ്ഞായിട്ട് വരുമ്പോൾ നല്ല ഡാർക്കാണ്. അത് കഴിഞ്ഞിട്ട് വലുതായിട്ട് വരുന്തോറും അതിൻ്റെ കളറ് ഇങ്ങനെ ഫെയ്ഡായിട്ട് വരും. അത് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ മേപ്പിൾ ട്രീ ഒക്കെ നോക്കി ഫുള്ള് ഇല വന്നിട്ടോ. അത് അവിടെയൊക്കെ മരത്തുമ്മയ്ക്ക് ഇലകളൊക്കെ വരുന്നുള്ളൂ. ചില മരത്തുമ്മ അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാം വർഷം ഞാൻ കാണിക്കാറുണ്ട്. ഞാനൊന്ന് ക്ലോസപ്പ് ചെയ്തത്. അതുമ്പോൾ നിറച്ചും വെളുത്തിട്ട് പൂവുണ്ടാവും കേട്ടോ. ഇപ്പോൾ പൂവുണ്ടായി വരുന്നുണ്ട്, പക്ഷേ പൂ ഫുള്ള് വിരിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ മരത്തുമ്പോൾ നോക്കിക്ക്, ഇതിന്മേയും പൂവായിട്ടാട്ടോ വരുന്നത്. ഫുള്ള് വെള്ള കളറ് പൂവായിട്ട് വരുന്നത്. പക്ഷെ അതിൻ്റെ കളർ വന്ന് അത്രയ്ക്ക് സൺലൈറ്റ് വരുമ്പോൾ ശരിക്കും കിട്ടണേ. ഓക്കെ, ഇനി ഞാനേ ഓടാൻ പോയിട്ട് വരട്ടെ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നോക്കി കുറച്ച് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. മരം കാണാൻ ഒരു മരം ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ പുറത്ത് നിൽക്കണില്ല. ആ മരം ഞങ്ങൾ വീട് വാങ്ങിച്ച സമയത്ത് നല്ല ഭംഗിയിൽ റൗണ്ടിനെ അവർ വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നീട് നമ്മളത് വെട്ടിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ആ ഷേപ്പൊക്കെ പോയി. നല്ല ഭംഗിയായിരുന്നു. അതിങ്ങനെ നമ്മൾ ഗാർഡനിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ റൗണ്ടിനെ ഇങ്ങനെ ചുറ്റിനെ വെട്ടിയിട്ട് നിർത്തുന്നത്. അങ്ങനെ നിർത്തിയിരുന്ന ഒരു മരമായിരുന്നു. നമ്മൾ ആ വീട് വാങ്ങാൻ വേണ്ടി നല്ല രസത്തിൽ നിൽക്കണ്ടായിരുന്നു. പിന്നെ അത് വെട്ടാണ്ട് അങ്ങനെ പോയി. ഈ മരമായിരുന്നു നല്ല ഭംഗിയാണ്. ഇവിടെ രാവിലെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ വിത്തുകളൊക്കെ പാവിയിട്ടുണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിവിടെ ഇന്നലെ എലിവശം വെച്ചിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എലിവശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചിമ്പൂട്ടം വന്നപ്പോൾ വേഗം മൂടി വെച്ചതാണ്. പൊക്കം നമ്മൾ ഈ ഗ്രീൻ ഹൗസിൻ്റെ വാലടയ്ക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് മാറ്റും. ഇതിപ്പോൾ മൂടി വെച്ചാട്ടോ. അവർ എടുത്തിട്ടില്ല, കഴിച്ചിട്ടില്ല, എലിയില്ലെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചിരുന്ന വിത്തുകൾ മുഴുവനും കഴിഞ്ഞ വർഷം എലികൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മോൻ പ്രാണിയപ്പാ ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതും വെച്ചത്. അത് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അതൊന്നും വന്ന് എടുത്തില്ല. ഞാൻ എപ്പോഴും ഡോർ അടച്ചിടും. ഞാൻ പട കൂട്ടാ എൻ്റെ ഉള്ളിലേക്ക് സാധാരണ അവനെ കേട്ടാറില്ല. വാ ചിമ്പൂസി ചോദിച്ചു ഡോർ അടക്കിട്ട്. ഇവിടെ വാ.
മരം ഉണ്ടല്ലോ, ഈ പൂവ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതാട്ടോ ചെറി ബ്ലോസം. ഇത് നമ്മളിവിടെ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. ഇത് വലിയൊരു മരം തന്നെയാണ്. ഇതിൻ്റെ വലിയൊരു മരം നമുക്കവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അതുമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിറച്ച് പൂണ്ടായിട്ടുണ്ട്. അത് വലിയ മരം. ഇതിനായിരുന്നാലും ഈ മരത്തിനായിരുന്നാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 11 വർഷമായിട്ടുണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ ഇതുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാ വർഷവും ഇത് ട്രിം ചെയ്ത് നിർത്താറുണ്ട്. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. കാറ്റ് വീശുമ്പോഴുണ്ടല്ലോ ഈ പൂ മൊത്തം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഇവിടെ മഴ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഇത് കുറേയൊക്കെ പൂവായിരിക്കും. ഇത് ചെറുതായതുകൊണ്ട് ഇത് നമ്മൾ ട്രിം ചെയ്ത് നിർത്തുന്നതാണ്. കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മരമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാമല്ലോ. മറ്റേത് വലിയ മരം, അതിൻ്റെ അടിയിൽ പോയി തന്നെ മേപ്പോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷെ പകല് സൺലൈറ്റിന്, സൂര്യൻ്റെ ലൈറ്റിന് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ഭംഗിയൊക്കെ കാണാൻ, നല്ല രസമുള്ള ഒരു കളറാണ്. ഇത് വിരിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ വീഡിയോ ട്രൈപോഡിൽ വെച്ചേക്കണം. എനിക്ക് അങ്ങനെ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ സൺലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്രയും ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗിയുള്ള പൂവാണ്. മണമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചില എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മണം ഉണ്ടോന്ന്. മണമൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പൂവൊക്കെ പോയിട്ട് ഇനി ഫുള്ള് ഇത് ഇലയായിട്ട് വരും. ഇവിടെ ഒരു ഇതെല്ലാ ചെടികളും അങ്ങനെ തന്നെ. ഇവിടെ വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ആ പൂവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണം. അതിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നല്ല മണം. ഇതിൻ്റെ പേര് ഞാൻ കാണിക്കാം, ക്യാമറ അങ്ങനെ തിരിച്ചിട്ട് കാണിക്കാം. ഇത് ലില്ലിയാക്കുന്നാന്ന് തോന്നുന്നു. എനിക്ക് ഓരോന്നും ചെടികളുടെ പേരുകളൊന്നും അത്രയ്ക്കൊന്നും അറിയില്ല. ഇത് ലില്ലിയാക്ക, അത് ഞാൻ കാണിക്കാം. നല്ല മണ. നമ്മുടെ മുല്ലപ്പൂവിനെയും കിടത്തി വെട്ടണ മണ, അത്രയ്ക്കും മണ. അങ്ങനെ നമ്മൾ കിളികൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സമ്മറാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ നിറച്ചും കിളികളായിട്ടാ. നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ഡോർ തുറക്കുമ്പോഴുണ്ടല്ലോ പുറത്തുനിന്ന് നല്ല സൗണ്ടാണ് കിളികളുടെ. എനിക്ക് തോന്നുന്നു അവർക്കായിരുന്നാലും ഈ തണുപ്പാലൊക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കുറേ ടൈപ്പ് കിളികളൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകട്ടെ. പിന്നെ ചൂടാക്കി തുടങ്ങുമ്പോൾ വരുള്ളൂ. പക്ഷേ നേരം വെളുക്കുമ്പോൾ നല്ല കിളികളുടെ നല്ല സൗണ്ടാണ് മേത്തേക്ക്. ഏതാണ്ട് ഇവിടെ ചില സമയത്ത് കാറ്റ് വീശുന്നുണ്ട്. നമ്മുടെ ഈ മേപ്പിൾ ട്രീ ഉണ്ടല്ലോ, ഇതുമ്പോൾ നിറച്ചും ഇപ്പോൾ പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. ഇതുമൊന്നും വിൻ്ററായി ഇപ്പോൾ ഇലകൾ ഉണ്ടായിരുന്നില്ല, പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അതുമ്മ ഉണ്ടല്ലോ നിറച്ചിങ്ങനെ അതിൻ്റെ വേറൊരു പൂ പോലെയുണ്ട്. ഈ സാധനം ഇവിടെ കാറ്റ് വീശുമ്പോൾ ഇവിടെ നിറച്ചും വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരുവിധ മരത്തുമ്മയ്ക്കും പൂ തന്നെയായിട്ടാണ് ആദ്യം വരാം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇലകളായിട്ട് മാറുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയമൊക്കെ ആയിരുന്നാൽ ഇവിടെ ഈ പോളൻ്റെ ഭയങ്കരമായിട്ട് പോളനുണ്ട്. കാരണം ഇനിയിപ്പോൾ നാളെ ഇന്ന് വൈകിട്ട് മഴ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാറുമയൊക്കെ ആയിരുന്നാലും നമ്മുടെ അവിടെ പൊക്കത്തെ ഡെക്കുമയൊക്കെ ആയിരുന്നാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിറച്ചും പൂമ്പൊടി എല്ലായിടത്തും. കാരണം ഈ എല്ലാ മരങ്ങളുമേ ഒരേ സമയത്താണല്ലോ ഈ ഇലകളും പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ ഒരുവിധം കുറേ ആൾക്കാർക്കൊക്കെ ഈ പോളൻ്റെ അലർജിയൊക്കെ ഉണ്ടാവും. നമ്മൾ എവിടെ തൊട്ടാലും അവിടേക്ക് ഈ ഒരു പൂമ്പൊടി ആയിരിക്കും. നമ്മൾ ചെരുപ്പില്ലാണ്ടോ നടന്നിട്ട് നമ്മൾ കാലിൻ്റെ അടിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിറച്ചും മഞ്ഞ കളറായിരിക്കും. അതേപോലെ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്മേക്ക് ഉണ്ടല്ലോ, ഗ്ലാസ്മേക്ക് ഉണ്ടാവും നിറച്ചും. ജനലൊക്കെ ഈ സമയത്ത് തുറന്നിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അകത്തേക്കൊക്കെ നന്നായിട്ട് ഈ പൂമ്പൊടി നന്നായിട്ട് കാറ്റൊക്കെ. ഇപ്പോൾ ഈ സമയത്താണ് ഈ കാറ്റ് മിഷനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ പൂമ്പൊടിയൊക്കെ അകത്തേക്ക് വരും. ഈ സാധനമാണിത്. ഇത് ഈ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇന്നിവിടെ ക്ലീനിങ് ചെയ്യണം. പിന്നെ ഇവിടെ വേറെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ വീഡിയോസുകൾ നമ്മൾ ചെയ്യൽ കുറവാണല്ലോ. ഇപ്പോൾ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് മിക്ക ദിവസം എനിക്ക് ഓർഡർ ഉണ്ടാവും. പക്ഷേ വൈകിട്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഞാൻ അവിടെ കുറേ ചെടികളൊക്കെ വിത്തുകളൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസിൽ പാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളുടെ വിത്തുകൾ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സീനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഓർക്കണ്ട, നമുക്ക് നല്ല ഭംഗിയുള്ള ചുമന്നിട്ടുള്ള സീനിക ഉണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു തീമഞ്ഞ പോലത്തെ ഒരു സീനിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പാവിയിട്ടുണ്ട്. ഒരു ഇതൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡാലിയൊക്കെ നമ്മൾ നട്ടു. കുറേയൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണ് 1 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിറച്ച് പൂവായിരിക്കും. ഇപ്പോഴായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ
ആദ്യം നമ്മൾ വിൻ്ററൊക്കെ ആകുമ്പോൾ കാണിക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഐസൊക്കെ വീണിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫുള്ള് വെള്ളമായിട്ട് നിൽക്കും. ഇപ്പോൾ ഒരുവിധം മരത്തുമ്പോഴേക്ക് ഇങ്ങനെ ഇലകളൊക്കെ വന്ന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വർഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓർക്കേണ്ടാവും, അവിടെ നമ്മൾ മരമൊക്കെ വെട്ടിയിട്ട് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മരമൊക്കെ ഞാൻ കാണിക്കാം. അവിടേക്ക് മരമൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ട് അവിടേക്ക് മൊത്തം ഡാലിയയും പിന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും പൊന്തി വന്നിട്ടില്ല. ഒരു മാസം കഴിഞ്ഞ് ഇവിടെ നിറച്ച് പോകുമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വേറൊരു മരം ഉണ്ട്, അത് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് വയലറ്റ് പൂവായിട്ട് നിറച്ചിങ്ങനെ കൊല കുത്തി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗീസ് ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. നമുക്ക് കഴിഞ്ഞ വർഷം ഒരു താറാവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയതായിട്ടുള്ള ഒരു പക്ഷി നടക്കുന്നുണ്ടായിരുന്നില്ലേ, അതിനെയാണ് ഗീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഇതേപോലെ ഈ സമ്മറായിപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ കാലിന് വയ്യാണ്ടായിട്ട് അതിൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതിനെ. കഴിഞ്ഞ വർഷം ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ താറാവിൻ്റെ കൂട്ടത്തിലല്ല, അതിങ്ങനെ തന്നെ അങ്ങനെ നടക്കാം. കുഞ്ഞായിക്കോണം അത്. അപ്പോൾ വിരിഞ്ഞിട്ട് ഒരു 3-4 ദിവസമൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളായിരിക്കും. അപ്പോൾ അതിൻ്റെ കാലിനൊരു ഞൊണ്ടലേക്ക് ഇട്ട് അന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് അവറ്റങ്ങൾ ഈ വൈൽഡ് ബേർഡാണ്, നമ്മളായിട്ട് മനുഷ്യനായിട്ട് അങ്ങനെ അടുക്കണ പക്ഷിയൊന്നുമല്ല. അപ്പോൾ അതിനെ നമ്മളിവിടെ എന്നിട്ട് അതിൻ്റെ കാലിൽ വയ്യാണ്ടായിട്ട് അതിനെ പിന്നെ നമ്മൾ അന്ന് എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ കോഴികളുടെ കൂട്ടത്തിൽ, നമ്മൾ താറാവിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ നമ്മൾ ഈ കൂടിൻ്റെ ഉള്ളിലാക്കിയാൽ അതിനെന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മുടെ അന്ന് താറാവും കുഞ്ഞുങ്ങളും കുഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ പുതിയ താറാവും കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ഇതും കുഞ്ഞാണല്ലോ. അപ്പോൾ ഇത് ആ താറാവിൻ്റെ കൂടെ അങ്ങനെ നടന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അത് വലുതാവുമ്പോൾ അത് പറന്നു പോകുമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഹൈറ്റിൽ പറക്കുന്നതാണ് ഈ ഗീസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിപ്പോൾ വലുതായി, ഭയങ്കര വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതിനെ പറക്കാൻ വേണ്ടിയിട്ട് അതിന് അപ്പനമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ പറക്കാൻ വേണ്ടിയിട്ട് ആരും പഠിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്രയ്ക്ക് ഉയരത്തിലൊന്നും പറക്കാനൊന്നും പറ്റണമെന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ചിറകിനൊക്കെ ഭയങ്കര ശക്തിയാണ്. അതിങ്ങനെ ചിറകിട്ട് അടിക്കുമ്പോൾ ഏതാണ്ട് ഫ്ലൈറ്റ് പൊന്താൻ പോണ പോലത്തെ സൗണ്ടാണ്. അത്രയ്ക്കും ഭയങ്കര അതിൻ്റെ ഈ വിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചിറക് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമ്മളത് വലുതാകുമ്പോൾ അത് പറന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് വലുതായി തുടങ്ങി കഴിഞ്ഞപ്പോഴത് പിന്നെ നമുക്ക് മനസ്സിലായത് ഇതിന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത്. എന്നാലും ഈ വർഷം നമ്മൾ സമ്മറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കുറേ ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് നോക്കും. കുറച്ചിങ്ങനെ ഉയരത്തിലേക്ക് അത് പൊന്തി പോകണ്ടായിരുന്നു. പക്ഷേ അധികം ദൂരത്തിലേക്കൊന്നും പോവില്ല. ജസ്റ്റ് നമ്മൾ കൂട്ടിന്നൊക്കെ അയച്ചിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ട് അങ്ങനെ തന്നെ അങ്ങനെ വന്നിരിക്കും. കുറച്ചിങ്ങനെ പൊന്താൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടായിരുന്നു. നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നീയയും അലീനയും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അന്ന് ഈസ്റ്ററിൻ്റെ അന്ന് നമ്മുടെ വീട്ടിലന്ന് ഇവിടെ വൈകിട്ട് നമുക്ക് പാർട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അന്ന് അപ്പോൾ ഈ കോഴികൾ എല്ലാ ദിവസവും നേരത്തെ കൂട്ടിൽ കയറും. താറാവുകൾ ലൈറ്റായിട്ടാണ് കൂട്ടിൽ കയറുക. കാരണം അവരെന്നെ നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ അയച്ചിടുക. കാരണം ഇപ്പോൾ ചെറിയ ചെടികളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ താറാവുകൾ ഇപ്പോഴും ലേറ്റായിട്ട് തന്നെ കയറുള്ളൂ. പിന്നെ ഗീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം നമുക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ റാക്കൂണൊക്കെ വരാറുണ്ടായിരുന്നു. ഗീസുള്ള സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വൈകിട്ട് റാക്കൂണിനെ. അപ്പോൾ ഗീസിന് ഈ റാക്കൂണിന് പേടിയാന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ചിറകിന് ഭയങ്കര ശക്തി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവറ്റങ്ങളെ ഇവർ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും താറാവിനെയും ഒന്നിനെയും ഈ റാക്കൂൺ അല്ലെങ്കിൽ അതിന് മുമ്പ് ഗീസ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കോഴീനെയൊക്കെ കുറച്ച് നേരം ലേറ്റൊക്കെ ആയി നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയി ലേറ്റാക്കി അങ്ങനെ ആയി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാക്കൂണ് നമ്മുടെ ഈ കോഴീനെയും താറാവിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഗീസ് ഉണ്ടായ പിന്നെ അത് വന്നാലും അവരെല്ലാവരും കൂടിയിട്ട് ഫ്രണ്ട്സ് പോലെയായിരുന്നു. കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, റാക്കൂണിനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴും ഈ കോഴികളും താറാവുകളൊക്കെ വൈകുന്നേരമൊക്കെ ആയിരുന്നാലും സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. കാരണം ഗീസ് ഉണ്ടല്ലോ, ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഇതാണ് നമുക്ക്. എന്നിട്ട് അന്ന് ഈസ്റ്ററിൻ്റെ അന്ന് നമ്മൾ വൈകിട്ട് അന്ന് പാർട്ടിക്കായിട്ട് നമ്മൾ തിരക്കായിരുന്നു. അപ്പോൾ ഒരു കൂട്ടിൽ ലേറ്റായിട്ടൊക്കെ കയറാം. ഒരു 9 ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇരിക്കും കൂട്ടിൻ്റെ അവിടെ. എന്നിട്ട് നമ്മളിങ്ങനെ കൂട്ടിലേക്ക് ആട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കയറും. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ അവർ ഓട്ടോമാറ്റിക് കയറും. അന്ന് അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കൂടെ അടച്ചിട്ട് വന്നു തോന്നുന്നു. കാരണം എനിക്ക് രാത്രി ഒരു 10 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക് ഒരു കൂട്ടിൽ കയറിയിട്ടുണ്ടാവുമല്ലോ. അപ്പം പിന്നെ ഞാൻ നോക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീന ചെന്ന് കൂടെ അടച്ചിട്ട് പോകുന്നു. ഞാൻ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞ് അടുക്കളയുടെ ജനലയുടെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഇപ്പോൾ വെട്ടി കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ നോക്കി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ താറാവുകൾ പുറത്ത് നടക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ ഒരു കയറിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞ് ഇപ്പോൾ താറാവുകൾ നമുക്ക് 7 താറാവുണ്ട്. താറാവുകൾ എല്ലാവരും നമുക്കുണ്ട്.
ഗീസിനെ നമ്മൾ കാണാനില്ല. ഗീസ് എനിക്ക് തോന്നുന്നു പറന്നു പോയെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചയായില്ലേ. പിന്നീട് ഞാൻ വിചാരിച്ചു ഗീസ്, പക്ഷേ അതിന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കേൾക്കാമല്ലോ നമുക്ക്. എന്നിട്ട് നമ്മളിവിടെ എല്ലായിടത്തും കിടന്നൊക്കെ നോക്കി, പക്ഷേ അതിനൊരു സൗണ്ട് കേട്ടില്ല, അതിനും കണ്ടില്ല, ഒന്നും ചെയ്തില്ല. അതിനൊന്നും പിടിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അത് പറന്നു പോയേക്കുന്നത്. അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. കാരണം ഇപ്പോൾ വീഡിയോസൊന്നും നമ്മൾ ഇടാത്തതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ അങ്ങനെ ഇടലില്ല, അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് ഗീസ് പോണേൽ 2 ആഴ്ച മുമ്പ് ഒരു ദിവസം രാവിലെ ഇവിടെ ഈ ഗീസ് വേറെ ഗീസുകൾ വന്നിട്ട് 2 എണ്ണം വന്നിട്ട് അവിടെ കൂടിൻ്റെ ബാക്കിൻ്റെ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാണിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഈ കൂടിൻ്റെ ഉള്ളിൽ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് പറന്നു പോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിന് പുറത്തേക്ക് പോയിട്ട് ഞാൻ ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അന്ന് ആ 2 ഗീസുകളാണ്. അപ്പം ഞാൻ ചെയ്യണോ ചിലപ്പോൾ പിന്നെ അപ്പനും അമ്മയായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ. അങ്ങനെ എനിക്കറിയില്ല, അവർക്ക് ഇങ്ങനെ എത്രയ്ക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും, ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഓർമ്മ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ചെന്ന് അവറ്റുകൾ 2 അവിടെ നിന്ന് കുറേ നേരം സൗണ്ടൊക്കെ ഉണ്ടായി അവറ്റുകൾ പറന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ അന്നാണ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇവരതിനെ കാണാനില്ല. ആ പോൾസേട്ടൻ അന്ന് പറയുന്നുണ്ടായിരുന്നു, അന്ന് വെളുപ്പിന് ഗീസിൻ്റെ കൂട്ടത്തെപ്പാടിയുള്ള ഗീസുകൾ കിടന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പോൾസേട്ടൻ പറയുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവരുടെ അപ്പനും അമ്മയും വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയതാണോ, ഇത് വൈകുന്നേരം ഇപ്പോൾ തന്നെ പറന്നു പോയതാണോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായിരുന്നാലും വരാൻ വേണ്ടിയിട്ട് പോണില്ല. അതിന് പക്ഷേ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അതിനങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഗീസൊക്കെ ഇവിടുന്ന് തണുപ്പ് കാലം തുടങ്ങുമ്പോൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ അമേരിക്കയിൽ തന്നെ വേറെ തണുപ്പില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് പോകും. പക്ഷേ ഇതിന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. ഇത് കുറച്ച് ഇതിനകത്ത് പറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയോ പോയി, അത് പറന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും വേറെ ഗീസിൻ്റെ കൂടെ. കുറച്ച് ദൂരമൊക്കെ പറക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും നമ്മൾ പറന്ന് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കൂടെ കഴിച്ചത് നിങ്ങൾ കാണിക്കാറുണ്ട്, കുറച്ചൊന്ന് പറക്കും, അത് കഴിയുമ്പോൾ അതിന് അങ്ങനെ അത്രയ്ക്ക് മുകളിലേക്ക് പറക്കാൻ പറ്റില്ല. കാരണം ഗീസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഫ്ലൈറ്റ് പോകണതിൻ്റെയൊക്കെ കുറച്ച് താഴെയൊക്കെയാണ്, അത്രയ്ക്ക് ഉയരത്തിൽ ഒരു പറന്ന് പോണ സാധനങ്ങളാണ് ഈ ഗീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിന് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞാനും പോൾസേൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ആദ്യം ഞാനും പറയാറുണ്ടായിരുന്നേ, നമ്മുടെ കോഴിയും താറാവുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഗീസായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഇതിനെ വേറെ മൃഗങ്ങൾക്ക് ഒന്നിനും പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ആരെയും പിടിക്കാൻ വേണ്ടി അത് സമ്മതിക്കില്ല. അതിന് അത്രയ്ക്ക് വലുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ചിറകിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിറകൊക്കെ ഇട്ട് നമ്മളൊരു അടിയടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വേന എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്നിനും പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ അത് എവിടേക്ക് പോയിരുന്നോ എങ്ങനെ പോയിരുന്നോ ഉള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂട. ഈസ്റ്ററിൻ്റെ അന്ന് വൈകിട്ടാണ് നമുക്ക് ഇതിനെ കാണാണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം അതിന് അങ്ങനെ ജീവിക്കുന്നതുള്ള അതിന് ഇഷ്ടം. പക്ഷേ അതിന് പറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മളിവിടെ തന്നെ അതിന് നിർത്തി. പിന്നെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം നീനയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞു. ഇപ്പോൾ നീനയുടെ ഒരു കോച്ച് പറഞ്ഞു അവളുടെ അവിടെ സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു ഗീസ് ചത്ത് കിടക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഫ്രണ്ട് പറഞ്ഞു അവൾ അന്ന് കാറിന് അവിടെ പോണ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഈ സൈഡിൽ കണ്ടു, അപ്പുറത്തെ സൈഡിൽ കാറിന് പോണ കണ്ടു കഴിയുമ്പോൾ ഒരു ഗീസ് അവിടെ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കണുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവരെ അത് ഏതാണോന്നും അറിയില്ല. സാധാരണ ഗീസുകൾ അങ്ങനെ തന്നെ ഒന്നും നിൽക്കത്തൊന്നുമില്ല, ഇവർ കൂട്ടത്തെ പാടി നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 2 സ്ഥലത്ത് 2 ഗീസിനെ ഓരോരുത്തർ തന്നെയായിട്ട് നിൽക്കണേ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ ഗീസാണോന്നും അറിയില്ല. പിന്നെ നമുക്ക് ഇവരെ പോയി കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല. കാരണം ഇത് വൈൽഡ് ആനിമലാണുള്ളത്. ഇതിന് ശരിക്കും വീട്ടിലൊന്നും നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നതുകൊണ്ട് നമ്മളങ്ങനെ അതിനെ ഒരു സംരക്ഷണം കൊടുത്തി അങ്ങനെ നിർത്തിയെന്ന് മാത്രം. അപ്പോൾ അതങ്ങനെ പോയി. ഞാൻ തിരിച്ചെന്തെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ചിലപ്പോൾ വിഷമമായിട്ടുണ്ടാവും. കാരണം തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് തോന്നിയിട്ടുണ്ടാകും. കാരണം ഈ താറാവുകളതിനൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇവരും താറാവുകളും ഗീസുകളും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര കൂട്ടാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഇത് പോണേൽ 2-3 ദിവസം മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ്. അത് ഞങ്ങൾ വൈകുന്നേരം ഞാൻ ഈ പറമ്പിൻ്റെ അറ്റത്തായിരുന്നു. അവിടെ നിന്ന് ഞാനിങ്ങോട്ട് ആട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഞാനിങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പുള്ളിയെ നേതാവായിട്ട് നടക്കുക രസമായിരുന്നു. കാരണം പുറത്തിറങ്ങിയിട്ട് വൈകിട്ട് പുറത്തിറങ്ങുന്നതിന് സത്യം പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നു. കാരണം ഈ ഗീസ് പുറത്തേക്ക് കൂട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ഗീസ് ചിറകൊക്കെ ഇട്ടടിച്ചിങ്ങനെ പറക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതാണ് ഗീസിന് നേതാവായിട്ട് നിൽക്കുക. ബാക്കിയുള്ള താറാവുകളൊക്കെ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ബാക്കിയുള്ള താറാവുകളൊക്കെ ഇതിൻ്റെ ചിറകിട്ടടിക്കും. അപ്പോൾ ഈ ഗീസ് പറയുന്നത് എൻ്റെ ഒപ്പം പറക്കാൻ വേണ്ടിയിട്ട് പറയണ പോലെയാണ് നമുക്കത് തോന്നാം. അപ്പോൾ ഗീസ് ചിറകിട്ടടിക്കുമ്പോൾ ഈ താറാവുകളൊക്കെ ഇട്ട് ചിറകിട്ടടിച്ചിട്ട് പറക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാനും പോൾസാനൊക്കെ നമ്മളൊന്ന് നോക്കി നിന്നിട്ട് കുറേ ഇങ്ങനെ ചിരിക്കും. കുട്ടികളിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴേ അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഗീസ് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല ഗീസ് നമ്മുടെ അടുത്ത് നിന്ന്
പോകും എന്നുള്ളത്, കാരണം പറക്കാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷേ അത് ഇനിയിപ്പോൾ എവിടെയാ ജീവിച്ചിരിക്കണുണ്ടോ, പക്ഷേ അവറ്റങ്ങൾക്ക് പുല്ല് തിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. തണുപ്പാണ്, പിന്നെ ഒറ്റയാണല്ലോ, അതിനാരും അങ്ങനെ കൂട്ടത്തിലൊന്നും ഇവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നൊന്നും എനിക്ക് തോന്നണമെന്നില്ല. അപ്പോൾ അതൊരു വിശേഷം നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ കുറേ നേരമായിപ്പോയി. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. താറാവിനെ കോഴിയിലേക്ക് ഞാൻ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് അയച്ചിട്ടുള്ളൂ, കാരണം ഇപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ നട്ടിട്ടൊക്കെ ഇങ്ങനെ മുള വരുന്ന സമയമാണ്. പിന്നെ നമ്മുടെ വാഴ നട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ വാഴ നമുക്ക് ഈ വർഷം നമുക്ക് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചു പൊടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ചെന്ന് പോൾസറെ ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പൊടിച്ച് വരുന്നതൊക്കെ നമ്മുടെ താറാവുകൾ കൊത്തി തിന്നോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോൾസറും കഴിഞ്ഞ ദിവസം അവിടെ ചിറ്റോറിങ്ങനെ അതിന് വേലി കെട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ മരം ഞാൻ കാണിക്കാം, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് കാണിക്കാം. നിങ്ങൾക്ക് എൻ്റെ മുഖം തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട. ഞാനാ പറഞ്ഞത് ഗീസിനെ നോക്കിയിട്ട് 2 ഗീസുകൾ വന്നിട്ടുണ്ടായിന്ന് പറഞ്ഞില്ല, അവരുടെ അപ്പനമ്മയെന്ന് തോന്നണേന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പുല്ലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പിടിച്ചേക്കുന്നത് 1 മാസം മുമ്പാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കേട്ടത്. രാവിലെ പുറത്ത് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഞാൻ നോക്കിയതാട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്കൊരു കുഞ്ഞ് ഗീസ് നമ്മുടെ കൂടെ ഇല്ലേ, ഇപ്പോൾ കുഞ്ഞതല്ല വലുതായി, കാലിന് വയ്യാണ്ടായിട്ട് ഇവിടെ വന്ന് പെട്ടിട്ട് നമ്മുടെ താറാവിൻ്റെ കോഴിയുടെ കൂടെ ചേർന്നിട്ട് പിന്നെ അവർ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അവരുടെ അപ്പനും അമ്മയും തോന്നണു രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര കരച്ചിലുണ്ട്. 2 പേരുണ്ട് കേട്ടോ, ഒരാൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗീസിനെ നമ്മൾ പൈസ ഒന്നുമില്ല, കാരണം ഇപ്പോൾ രാവിലെ നേരാട്ടോ കുട്ടികൾ കിടന്നിട്ട് ഭയങ്കര കരച്ചിലുണ്ട്. ചിലപ്പോൾ ഞാൻ പോൾസൻ്റെ അടുത്ത് പറയായിരുന്നു നമ്മുടെ ഗീസിൻ്റെ അപ്പനമ്മയായിരിക്കും അന്വേഷിച്ച് വന്നേക്കുന്നുണ്ടാന്ന്. സാധാരണ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാറില്ല കേട്ടോ, ഇതാദ്യമായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഗീസുംകുട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതായിരിക്കും. ഇവർ ഭയങ്കര പൊക്കത്തിൽ പറക്കും കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലെ ഗീസിനെ അങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം അതിനെ പറക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ പറക്കുള്ളൂ. അതുകൊണ്ട് അതിനെ പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവർ വന്നാലും അതിനെ കൊണ്ടുപോകാനും പറ്റത്തില്ല, കാരണം അതിനെ പറക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എങ്ങനെ ഇവർ കൊണ്ടുപോകണേ? നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഒരാളും കൂടി ഉണ്ട് അവിടെ, ഒരാൾ അങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ട്. ഇതിനൊക്കെ അറിയണേന്ന് പറഞ്ഞൂടാ, ഭയങ്കര കരച്ചില്ല. നമ്മുടെ ഗീസുംകുട്ടൻ അവിടെ കൂട്ടിലുണ്ട് കേട്ടോ, പോയി നോക്കട്ടെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇതിനെ അങ്ങനെ കിടന്ന് പറയണമെന്ന് പറഞ്ഞത്. ഇതാ 2 പേര് ഇതാ വന്ന് നിൽക്കണം. ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ കരഞ്ഞു കണ്ടിട്ടില്ല കേട്ടോ. ഇവർ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ വന്ന് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വിൻ്റർ കഴിയുന്നതോട് കൂടിയിട്ട്. പക്ഷെ ഇങ്ങനെ കിടന്നിട്ട് കരയണത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഗീസിനെ ചിലപ്പോൾ അവർ പുറത്ത് കൂട്ടിൽ അവിടെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് നോക്കി നിന്നിട്ടാണ് അങ്ങോട്ടേക്ക് നോക്കി നിന്നിട്ടാണ് ഇവർ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടോ. കഴിഞ്ഞ വർഷം ഉപേക്ഷിച്ച് പോയത് ഇപ്പോഴായിരിക്കും ഓർമ്മ വന്നത്. അതിനെ കാലിന് വയ്യാണ്ടായിപ്പോൾ ഇവരുടെ ഒപ്പം പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ അവർ ഇട്ടിട്ട് പോയതാ. പക്ഷെ അപ്പോൾ അത് പറക്കണ സമയം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര കുഞ്ഞായിരുന്നു. അതിന് പപ്പൊക്കെ വെച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ നമുക്ക് കിട്ടുന്ന സമയത്ത്. പക്ഷെ അത് കൂടിൻ്റെ അവിടേക്ക് നോക്കി നിന്നിട്ട് നല്ല കരച്ചിൽ കരയുണ്ട്. എന്തിനാ അവിടെ കിടന്ന് കരയണേ? നിങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നാ? കുഞ്ഞൊക്കെ വലുതായി, കുഞ്ഞൊക്കെ നമ്മുടെ കൂട്ടത്തിലായി. പൊക്കോ, ഇവിടെ ആരും ഇല്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുമില്ല, പറക്കത്തില്ല. പൊക്കോ. കണ്ട ആ കൂടിൻ്റെ അവിടേക്ക് നോക്കി നിന്നിട്ട് തന്നെ ആയിട്ട് അവറ്റങ്ങൾ കരയണത്. കാരണം അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ ഇത്രയ്ക്ക് അടുത്ത് നിൽക്കില്ല കേട്ടോ, ഇവർ പറന്നു പോകണതാണ്. എനിക്ക് തോന്നുന്നു ഇവർ കണ്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗീസ് അവിടെ കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇവർ പോവാത്തത്. പൊക്കോ.
എന്ത് ചെയ്തിട്ട് പോകണില്ല. അവര് പറന്നു പോയിട്ടാ. ഇനി ചിലപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഇനിയും വരും കേട്ടോ അവര്. നമ്മുടെ ഗീസിതാ നമ്മുടെ കൂട്ടില് നിക്കണുണ്ട് കേട്ടോ. ഗീസും ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. കരച്ചിൽ കേട്ടപ്പോൾ അവരുടെ സൗണ്ട് കേട്ടപ്പോൾ ഇവൻ്റെ പോലത്തെ സൗണ്ടാണല്ലോ. താറാവിൻ്റെ കൂടെ നടന്ന് താറാവിൻ്റെയും കോഴിയുടെയും കൂടെ നടന്ന് ഇവന് പറക്കാനും പഠിച്ചില്ല. അവൻ്റെ സൗണ്ടും അവൻ മറന്നുപോയി. പക്ഷെ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നാന്ന് തോന്നുന്നു. പക്ഷെ അവന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതേപോലെ മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ ഇണങ്ങി ഇങ്ങനെ വീടുകളിൽ ഗീസ് താമസിക്കുന്നു എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം ഇത് ശരിക്കും ഒരു വൈൽഡ് ആനിമലാണല്ലോ. പിന്നെ ശരിക്കും നമ്മൾ വീടുകളിൽ വളർത്താൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മൾ വളർത്തുന്നതല്ലല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് വെട്ടേക്കുന്നത്. നമ്മുടെ കോഴികളൊക്കെ തണുപ്പായതുകൊണ്ട് എല്ലാവരും എന്താ അവിടേക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഗീസ് പക്ഷേ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. വലിയ ഒച്ചയാനൊക്കെ ഇല്ല അതിന്. ഇതാ നമ്മുടെ ചിമ്പുമോൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഈ വർഷം നമ്മളെ പുതിയ സ്ഥലത്ത് നമ്മളെ കിളിക്കൂട് വെച്ചേക്കുന്നത് കേട്ടാ. ഇവിടെയും വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതിനകത്ത് തീറ്റ ഇപ്പോഴും ഉണ്ട്. ഇതിങ്ങനെ നമ്മളൊരു കമ്പി പോലെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായ. ഇവിടെ നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെ അവിടേക്ക് കിടക്കുന്നിടത്ത് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് നമുക്ക് ഉണ്ടായത്. ഇല കാണാത്ത പോലെ നമുക്ക് പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണുണ്ടാവുമായിരിക്കും. ഇത് സാധാരണ റോസാപ്പൂവല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പൂവില്ല. ഇത് ഡബിൾ ഷെയ്ഡായിട്ട് നമ്മൾ ബൊക്കയുടെ ഉള്ളിലേക്ക് നമ്മൾ ബൊക്കയിലേക്ക് വെക്കുന്ന പോലത്തെ റോസാപ്പൂ ഉണ്ടല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക്കാന്ന് വിചാരിക്കും. നല്ല വലിയ പെറ്റൽസ് ഒക്കെ ആയിട്ട് 2 കളറായിട്ട് ഭയങ്കര വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ല മണമുണ്ട് അതിന്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ പടരണ റോസാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വേറെ സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു 4 റോസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിലയുള്ള റോസാണ്. അതിനകത്ത് ഞാനവിടെ ഡെക്കിൻ്റെ അവിടെ നമുക്കവിടെ ആ സൈഡിൽ ഇങ്ങനെ കുറച്ച് പൊന്തിയിട്ടുള്ള ഒരു ഫെൻസ് പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഡെക്കിൻ്റെ അവിടെ കണ്ടിട്ടില്ലേ, നമ്മൾ പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഒരു ബെഡ് ഉണ്ടാക്കിയില്ലേ, അവിടേക്ക് പടർത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സൈഡിൽ വെയിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ഒരെണ്ണം പോയി അവിടെ വെച്ചിട്ട്. എന്നിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ എന്നിട്ട് 3 നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നിന്നിട്ട് വലുതാവണമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വാങ്ങിച്ചുകൊണ്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതിന്. എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടു വെച്ചിട്ട് വലുതായി ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മൾ അവിടെ നിന്ന് പറിച്ചിട്ട് ഒരെണ്ണം ഇവിടെ നട്ടു. ഒരെണ്ണം നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം പൂ ഉണ്ടായിരുന്നു, മഞ്ഞപ്പൂവ്. പിന്നെ ഒരു റോസാണ് നമ്മൾ ഡെക്കിൻ്റെ അവിടെ, ആ ഡെക്കിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സൈഡിൽ ചുവന്ന പൂ ഉണ്ടായിട്ട് വലിയ കുറച്ച് വലിയതായിട്ട് നിൽക്കുന്ന റോസില്ലേ, അങ്ങനെ 3 റോസ്. എന്നിട്ട് ഇതിന് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളിങ്ങനെ കമ്പി വെച്ചിട്ട് കമ്പിയിലേക്ക് ഇങ്ങനെ പടർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതും വേണ്ടല്ലോ അറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ഈ കിളി സൗണ്ട് ഉണ്ടാക്കണേട്ടാ. ഇതുമേ ഇത് പുതിയ ഓരോ കിളിർപ്പുകൾ വന്നിട്ടുണ്ട്. അതുമേ എല്ലാത്തുമേ മുട്ടാണ്. മുട്ടിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പൂ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പടർത്തിയതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് കൊമ്പുകളൊക്കെ ഇങ്ങോട്ടേക്ക് പടർത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കൊമ്പുകളൊക്കെ ഇങ്ങോട്ടേക്ക് പടർത്താനുണ്ട്. ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഈ കമ്പിമ ഫുള്ള് ഇതിങ്ങനെ റാ പോലെ വന്നിട്ട് നിറച്ചും പൂവുണ്ടായി നിൽക്കും. ഇത് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മളങ്ങനെ കാണൽ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഈ പിക്ചറിലൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ, ഇങ്ങനെ റാ പോലെ ഇങ്ങനെ വെച്ചിട്ട് നിറച്ചിങ്ങനെ റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അതേപോലെ നമുക്ക് റോസ് വീട്ടിൽ വെക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഈ വർഷം എനിക്ക് അങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ അതിൻ്റെ കൊമ്പൊക്കെ വലുതായിട്ടുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും പൂവൊക്കെ വിരിയും. അതേപോലത്തെ വേറെ റോസ് ഞാൻ വേറെ കഴിഞ്ഞ വർഷം നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ പടർന്നത് തന്നെയാണ്. അതും അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അതും വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതാ അവിടെ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കാണണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കുറേ അകലെയാണ് നിൽക്കുന്നത്. അവിടെ ഭംഗിയാ കിളിനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ കിടന്നിട്ട് അനങ്ങണുണ്ടോ. നമ്മൾ തീറ്റ വെച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എത്തൂട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തും. നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്.
അവർ 2 പേരുണ്ട് കേട്ടോ. ഒരു കിളി അവിടെ താഴെ വന്ന് നിൽക്കണ്ട. അപ്പോൾ വരൂട്ടെ. ഫുഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങോട്ട് നീങ്ങിയുള്ളൂ. അപ്പോഴേക്ക് എത്തി തുടങ്ങിയിട്ട് ആൾക്കാർ. ആ കിളീനെ പക്ഷേ നമ്മളിവിടെ അധികം കാണാറില്ല. 2 പേരുണ്ട്. ഒരാൾ അവിടെ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ താഴെ നിൽക്കുന്നുണ്ട്. ഇതാട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിരുന്ന ആപ്പിൾ മരമാട്ടോ. നിങ്ങൾ കുറേ പേരായില്ല എൻ്റെ അടുത്ത് പറയുന്നത് ആപ്പിളിൻ്റെ ഒരു മരം വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം നമുക്ക് പ്രോത്സാഹനം വാങ്ങിച്ച് വെച്ചതാണ്. ആപ്പിൾ മരം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പീച്ചും വെച്ചിട്ടുണ്ട്. ആപ്പിൾമ ഈ വർഷം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ വർഷം നമുക്ക് ആപ്പിൾ ഉണ്ടായി കിട്ടും. ഇവിടേക്ക് പൂ ഉണ്ടായിട്ടുണ്ട്. പൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പൂവിൻ്റെ കളറൊക്കെ മാറി ഇപ്പോൾ ഒരു വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് 5-6 ആപ്പിൾ ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. 5-6 ആപ്പിൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ അവിടെ പീച്ച് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം. എന്ത് ടൈപ്പ് ആപ്പിളാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രോത്സാഹനം വാങ്ങിച്ചതാണല്ലേ. മഴ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം എന്ത് ആപ്പിളാണെന്നുള്ളത്. ആ നേതാവ് പറന്ന് പിന്നാലെ ഉള്ളവരൊക്കെ പറക്കണം. രാത്രി ആയാലും ഇവിടെ തറവുകൾ കൂട്ടിക്കാറില്ല. നമ്മുടെ ഗീസാട്ടോ. ഞാൻ ഈ പറമ്പിൻ്റെ ഏറ്റത്ത് പോയിട്ട് എന്നും ഓടിച്ചു കൊണ്ടുവരണം. തണുപ്പാൽ എത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ അവിടെ എത്തും. ഇപ്പോൾ തണുപ്പ് അത്രയ്ക്ക് അധികമില്ല, എന്നാലും തണുപ്പുണ്ട് കേട്ടോ. ഗീസ് ഇടയ്ക്ക് നല്ല പൊക്കത്ത് കൂടെ പുല്ലിനൊക്കെ പച്ചപ്പ് വന്നു തുടങ്ങുള്ളൂ കേട്ടോ. ഇലയമേന്ന് മരങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ട് അല്ല മരത്തും ഇലകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതിനൊപ്പം ഇത് പോണ്ട് കാണാൻ രസമല്ലേ. ഭയങ്കര കൂട്ടാവിറ്റുകൾ താറാവുകൾക്ക്. അങ്ങനെ ഒരു അങ്ങനെ കുറുമ്പൊന്നുമില്ല, അങ്ങനെ ഒരു കുശുമ്പൊന്നും കുത്തില്ല. കോഴികൾക്ക് ഭയങ്കര കുശുമ്പാട്ടാ. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ കയറ്റിക്കില്ല. അവരെന്നൊക്കെ കൂടിൻ്റെ താഴത്ത് അവരിരുത്തുള്ളൂ. ഇപ്പോഴും ഞങ്ങളുടെ